ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഈശോ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലെത്തുന്നു. അവിടുത്തെ സിനഗോഗിൽ പഠിപ്പിക്കുന്നു. ഈശോയുടെ ജ്ഞാനത്തിലും അറിവിലും അവൻ വഴി സംഭവിക്കുന്ന കാര്യങ്ങളിലും നസ്രത്തുകാർ ആശ്ചര്യപ്പെടുന്നു. എങ്കിലും ഈശോ അവരുടെ ഇടയിൽ വളർന്നുകൊണ്ടും ഈശോയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ സാധാരണക്കാരായതുകൊണ്ടും അതെടുത്തു പറഞ്ഞുകൊണ്ട് അവർ ഈശോയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ബഹുമാനമൊന്നും കൊടുക്കുന്നുമില്ല. അതിൽ സങ്കടപ്പെട്ടാണ് ഈശോ അവിടെ നിന്ന് പോകുന്നു തന്നെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന ചൊല്ല് നമ്മൾ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. എന്ന് പറഞ്ഞാൽ, സ്വന്തം മുറ്റത്തെ മുല്ലയ്ക്ക് നല്ല നിറവും ഭംഗിയും മണവുമൊക്കെ ഉണ്ടെങ്കിലും അതിന് ഒട്ടും വില കൽപ്പിക്കില്ല. പിന്നെയോ അപ്പുറത്തെ മുല്ലയിലാകും നമ്മുടെ കണ്ണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ കാണാനിടയായി. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തന്നെ കാണുവാൻ തൻ്റെ സ്ഥാപനത്തിൽ വരുന്നവരിൽ ഭൂരിഭാഗവും കൊല്ലം, തൃശ്ശൂർ, തിരുവനന്തപുരം അങ്ങനെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ്. അടുത്തു നിന്നുള്ളവർ കുറവാണ്. ഏതാണ്ട് 4 വർഷം മുമ്പ് പള്ളൂരുത്തിയിലുള്ള ഒരു ആയുർവേദ കേന്ദ്രത്തിൽ പോകുവാനിടയായി. അവിടെ പൂച്ചാക്കൽ എന്ന് പറയുന്ന കുറച്ചകലെയുള്ള പ്രദേശത്തു നിന്ന് വന്നവരെ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, അവിടെ ഇന്ന പേരിലുള്ള ഒരു പ്രസിദ്ധമായ ആശുപത്രി ഉണ്ടല്ലോ, അവിടെ പോകാമായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? അത് കൊള്ളില്ല എന്നാണ് മറുപടി വന്നത്. കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ശരിക്കറിയാവുന്നതിന്, അടുത്തുള്ളതിന് അത് എത്ര നല്ലതാണെങ്കിൽ പോലും വിലയുണ്ടാവില്ല. ഇതുതന്നെയാണ് നസ്രത്തിലും സംഭവിച്ചത്. ഇതുതന്നെയാണ് നാം പലപ്പോഴും വീട്ടിൽ നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, അപ്പനോട്, അമ്മയോട്, സഹോദരനോട്, സഹോദരിയോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, അയൽക്കാരോട്, ഇടവകക്കാരോട്, സുപ്പീരിയറിനോട്, സഹപ്രവർത്തകരോട് ഒക്കെ ചെയ്യുന്നത്. അവർ ആത്മീയമായി ഒന്ന് വളർന്നാൽ, ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവരിൽ പ്രകടമായാൽ, അല്ലെങ്കിൽ മറ്റു ചില മേഖലകളിൽ വളർച്ച പ്രാപിച്ചാൽ നാം അംഗീകരിക്കില്ല, പ്രോത്സാഹിപ്പിക്കില്ല. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നസ്രത്തുകാർ ചെയ്തതുപോലെ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കുറ്റവും പറയൂ. മറ്റുള്ളവരെ നമുക്ക് അവരുടെ ചെറു വളർച്ചയിൽ പോലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നസ്രത്തുകാർ ചെയ്ത തെറ്റ് നമുക്ക് ആവർത്തിക്കാതിരിക്കാം.